ആദർശത്തിൻ്റെ ബലിപീഠത്തിൽ ജീവത്യാഗം ചെയ്ത ധീരനായ ബലിദാനി KT ജയകൃഷ്ണൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമേ ഒരുപിടി കാവിപ്പൂക്കൾ അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഡിസംബർ 1 മനസ്സാക്ഷി മരവച്ചിട്ടില്ലാത്ത ഒരാൾക്കും വിസ്മരിക്കാൻ പറ്റുന്ന ദിവസമല്ല. 25 വർഷം മുമ്പ് 1999 ഡിസംബർ 1 യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും അധ്യാപകനുമായിരുന്ന KT ജയകൃഷ്ണൻ താൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ക്ലാസ് മുറിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരുടെ മുന്നിലിട്ട് തുണ്ടം തുണ്ടമായി മാർക്സിസ്റ്റ് ഗുണ്ടകൾ കശാപ്പ് ചെയ്തത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവത്തിന് കണ്ണൂർ ജില്ലയിലെ മൊകേരി ഈസ്റ്റ് UP സ്കൂൾ സാക്ഷ്യം വഹിച്ചു. പട്ടാപ്പകൽ ശിഷ്യന്മാരുടെ മുന്നിലിട്ട് ഗുരുനാഥനെ തുണ്ടമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിണറായി വിജയന്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ മൊകേരി ഈസ്റ്റ് UP സ്കൂളിൽ നടക്കുന്നത്. അധ്യാപകന്റെ ഗുരുവിന്റെ നെരിപ്പോടിൽ നിന്നും ചിതറി വീണ രക്തം കൊണ്ട് കുഞ്ഞുടുപ്പുകൾ ചുവക്കുകയുണ്ടായി. മാത്രമല്ല, കൊലപാതകം നടത്തിയെന്ന് മാത്രമല്ല, കൊലപാതകം നടത്തിയതിനു ശേഷം, മരണം ഉറപ്പുവരുത്തിയതിനു ശേഷം ജയകൃഷ്ണന്റെ നെഞ്ചത്ത് കയറിയിരുന്ന മാർക്സിസ്റ്റ് കാപാലികർ സാക്ഷി പറഞ്ഞാൽ നിങ്ങൾക്കും ഇതേ അനുഭവമെന്ന് ആർത്ത് വിളിക്കുകയും അതേപോലെ ആ ക്ലാസ് മുറിയിലെ ബോർഡുകളിൽ എഴുതി വെക്കുകയും ചെയ്തു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ഇത്? മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഭീകരവാദ പ്രസ്ഥാനമാണോ എന്ന് നാം സംശയിച്ചു പോകുന്നത് ഇതുപോലുള്ള സമാനതയില്ലാത്ത ക്രൂര കൃത്യങ്ങൾ കാണുമ്പോഴാണ്. പ്രിയമുള്ളവരെ, KT ജയകൃഷ്ണൻ ചെയ്ത തെറ്റെന്താണ്? KT ജയകൃഷ്ണൻ ഒരു മാതൃകാ അധ്യാപകനാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും ഒരു പ്രിയപ്പെട്ട അധ്യാപകനും രാഷ്ട്രീയ നേതാവും എല്ലാമായിരുന്നു KT ജയകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പേരിൽ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ക്രിമിനൽ കുറ്റത്തിൽ പോലും അദ്ദേഹം ഇടപെട്ടിരുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തെ തുണ്ടം തുണ്ടമായി കശാപ്പ് ചെയ്യാൻ മാർക്സിസ്റ്റ് കാപാലികളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിച്ച നേരിന്റെ രാഷ്ട്രീയം തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് അദ്ദേഹത്തെ കൊലക്കത്തിക്കിരയാക്കാൻ മാർക്സിസ്റ്റ് ഗുണ്ടകളെ പ്രേരിപ്പിച്ചത്. അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെറികേടിന്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പരസ്യമായി തയ്യാറായതാണ് KT ജയകൃഷ്ണനെ ഇത്രയും നികൃഷ്ടമായി നീചമായിട്ട് CPM ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. 25 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജയകൃഷ്ണനെ കൊലപ്പെടുത്തിയതിന്റെ കാരണം എന്താണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ജയകൃഷ്ണന്റെ കർമ്മകാന്ഡം എന്തായിരുന്നു? ജയകൃഷ്ണൻ ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തപ്പോ എന്നോടൊപ്പം ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചു. ഇവിടെ ഇരിക്കുന്ന ഇന്ന് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള VV രാജനോടൊപ്പം, രഘുനാഥിനോടൊപ്പം, മോഹൻ മാഷോടൊപ്പം, അങ്ങനെ ഈ വേദിയിൽ ഇരിക്കുന്ന പല ഇന്ന് വ്യത്യസ്ത ചുമതല വഹിക്കുന്ന പലരോടൊപ്പവും ജയകൃഷ്ണൻ പ്രവർത്തിച്ചിരുന്നു. എല്ലാവർക്കും ആവേശത്തിന്റെ പ്രേരണ നൽകുന്ന, ദേശീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർക്കും അനുഭാവികൾക്കും അനുയായികൾക്കും ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തനമായിരുന്നു ജയകൃഷ്ണൻ നടത്തിയത്. കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാവണൻ കൊട്ടകളില്
ദേശീയതയുടെ വൈജയന്തി ഉറപ്പിക്കാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് KT ജയകൃഷ്ണനെതിരെ മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരം നികൃഷ്ടമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. അതിനപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല. മാർക്സിസ്റ്റ് മാടമ്പികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറാകാത്ത ധീരനായിട്ടുള്ള യുവമോർച്ചയുടെ BJPയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും പോരാളിയായിരുന്നു KT ജയകൃഷ്ണൻ. പക്ഷേ KT ജയകൃഷ്ണനെ കൊലപ്പെടുത്തിയതിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി എന്താണ് ഉദ്ദേശിച്ചത്? കണ്ണൂർ ജില്ലയുടെ മണ്ണിൽ ഒരു ജയകൃഷ്ണനെ മാത്രമല്ല CPM ഗുണ്ടകൾ വകവരുത്തിയത്. 1969 ഒരു തുന്നൽ തൊഴിലാളിയായ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകത്തോടുകൂടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിലും കേരളത്തിലും നരാധമ രാഷ്ട്രീയത്തിന്, അറുകൊല രാഷ്ട്രീയത്തിന് ആരംഭം കുറിച്ചത്. അതിനുശേഷം CPMന്റെ കൊലക്കത്തിക്കിരയായിട്ട് വീരമൃത്യു പ്രാപിച്ച നൂറുകണക്കിന് വിശുരന്മാരായ BJPയുടെ പ്രവർത്തകർ, RSSന്റെ പ്രവർത്തകർ കണ്ണൂർ ജില്ലയിലുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, മാർക്സിസ്റ്റ് പാർട്ടി ജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ധീരരായ ഉശിരന്മാരായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിലെ RSSുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിലൂടെ ഉദ്ദേശിച്ചത് ഈ പ്രസ്ഥാനത്തെ കണ്ണൂർ ജില്ലയിൽ നിന്നും കേരളത്തിൽ നിന്നും തുടച്ചു നീക്കാം എന്നതായിരുന്നു. അറുകൊലയിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി അന്ന് കണക്ക് കൂട്ടിയത്. പക്ഷെ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. ഇന്ന് കാലത്ത് 7 മണിക്ക് ജയകൃഷ്ണന്റെ വീട്ടില് പുഷ്പാർച്ചനയുണ്ടായിരുന്നു. ആ പുഷ്പാർച്ചനയില് നൂറുകണക്കിന് ഉശിരന്മാരായ പുതിയ യുവപ്രവർത്തകന്മാരാണ് ഇന്ന് അണിനിരന്നിരുന്നത്. കണ്ണൂർ ജില്ലയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന ആവേശകരമായ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ല ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് 10,000-കണക്കിന് യുവാക്കന്മാരാണ് ജയകൃഷ്ണൻ അനുസ്മരണ റാലിയില് ആവേശപൂർവ്വം പങ്കെടുക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നു: ബലിദാനത്തിലൂടെ വേരറ്റുപോകുന്ന പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി. ബലിദാനത്തിലൂടെ വേരുറപ്പിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്നത്തെ ജയകൃഷ്ണ അനുസ്മരണ സമ്മേളനങ്ങളും അനുസ്മരണ പരിപാടികളും ഓർമ്മപ്പെടുത്തുന്നതാണ്. ബലിദാനത്തിലൂടെ വേരറ്റുപോകുന്ന പ്രസ്ഥാനമല്ല, ബലിദാനത്തിലൂടെ വേരുറപ്പിക്കുന്ന പ്രസ്ഥാനമാണെന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ CPM ഗുണ്ടകൾക്കും CPM നേതൃത്വത്തിനും ബോധ്യപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജയകൃഷ്ണന്റെ മുഖം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നും താക്കീതും മുന്നറിയിപ്പുമായിരിക്കും. നിങ്ങളുടെ നീചമായ, നികൃഷ്ടമായ പൈശാചികതയെ ജനങ്ങൾക്ക് അനാവരണം ചെയ്യപ്പെടുന്നു ജയകൃഷ്ണനിലൂടെ എന്ന കാര്യം സംശയമില്ല. പക്ഷെ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം ഓർക്കണം. 99-ലെ CPM, 99-ലെ BJP, 2024-ലെ CPM, 2024-ലെ BJP, ഇതൊന്ന് താരതമ്യപ്പെടുത്താൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? കണ്ണൂർ ജില്ലാ രാഷ്ട്രീയം, കണ്ണൂർ ജില്ല ഞങ്ങൾ കേരളമാകെ വ്യാപിപ്പിക്കുന്ന, കണ്ണൂരിന്റെ രാഷ്ട്രീയം ഞങ്ങൾ കേരളമാകെ വ്യാപിപ്പിക്കുന്ന പറഞ്ഞത്. എന്താ കണ്ണൂരിന്റെ രാഷ്ട്രീയം? എന്താ? നമ്മൾ ലോകത്തൊരിടത്തും കാണാത്ത രാഷ്ട്രീയമാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയം. ലോകത്തൊരിടത്തും കേൾക്കാത്തതാണ് CPM കണ്ണൂരിൽ നടപ്പാക്കിയ രാഷ്ട്രീയം. അത് ഗുണ്ടാ രാഷ്ട്രീയമാണ്, അത് കഠാരയുടെ രാഷ്ട്രീയമാണ്. നോക്കൂ നിങ്ങൾ, കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്താ? പട്ടാപ്പകൽ വിദ്യാർത്ഥികളെ മുന്നിലിട്ട് സ്കൂളിൽ വെച്ച് ഗുരുനാഥനെ കൊലപ്പെടുത്തുക. ഇതാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയം. പോരാ, മാത്രമല്ല പട്ടാപ്പകൽ വീട്ടിൽ കയറി മാതാപിതാക്കളുടെ മുന്നിലിട്ട്
അവരുടെ മക്കളെ കൊലപ്പെടുത്തുക. ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ KSRTC ബസ് തീവച്ച് ചക്കക്കുരു ചുടും പോലെ നിരപരാധികളായ യാത്രക്കാരെ ചുട്ടുകൊന്ന CPM-ന്റെ രാഷ്ട്രീയമാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയം. പോരാ, അച്ഛനെ കൊന്നത് മതിയാവാതെ മകനെയും കൂടി കൊലപ്പെടുത്തിയ രാഷ്ട്രീയമാണ് CPM-ന്റെ കണ്ണൂരിന്റെ രാഷ്ട്രീയം. പോരാ, RSS-ൽ അനുഭാവിയായി പോയി എന്നതിന്റെ പേരിൽ ഒരു RSS-കാരൻ മരിച്ച മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തു പോയി എന്നതിന്റെ പേരിൽ വൃദ്ധയായ അമ്മൂമ്മ എന്ന് പറയുന്ന വൃദ്ധയായ മാതാവിന്റെ നെഞ്ചത്ത് ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയം. ഈ കണ്ണൂരിന്റെ രാഷ്ട്രീയം കേരളമാകെ വ്യാപിപ്പിക്കുമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ പ്രിയമുള്ളവരെ, ആ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിലൂടെ എതിരാളികളെ മുഴുവൻ തന്നെ നിരംപരിശാക്കാം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി വ്യാമോഹിച്ചത്. എന്നാൽ പ്രിയമുള്ളവരെ, കണ്ണൂരിന്റെ രാഷ്ട്രീയം കേരളമാകെ വ്യാപിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോ പറയുന്നു, കരുനാഗപ്പള്ളിയുടെ രാഷ്ട്രീയമാണിപ്പോ കേരളമാകെ വ്യാപിക്കാൻ പോകുന്നത്. എന്താ കരുനാഗപ്പള്ളിയുടെ രാഷ്ട്രീയം? എന്താ കണ്ണൂരിന്റെ രാഷ്ട്രീയം കേരളമാകെ വ്യാപിച്ചില്ല, കരുനാഗപ്പള്ളിയുടെ രാഷ്ട്രീയമാണ്. എത്ര പൊട്ടിത്തെറിയാ നിങ്ങള് കണ്ണൂരിലും വിവിധ ജില്ലകളിലും ഉണ്ടാക്കിയതും. ഈ കോഴിക്കോടിന്റെ മണ്ണ് 1982 നാദാപുരത്ത് കാലിക്കുളമ്പിൽ വെച്ച് TP പൊക്കൻ, തലപ്പൊയിൽ പൊക്കൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയെ ബോംബെറിഞ്ഞ് CPM-കാർ കൊലപ്പെടുത്തിയത് വളയത്ത്. അതിനുശേഷം എത്രയെത്ര കോഴിക്കോട് ജില്ലയില് എത്രയെത്ര നിരപരാധികളായ RSS-ന്റെ BJP-യുടെ ഉശിരന്മാരായ പ്രവർത്തകന്മാരെയാണ് CPM-കാർ കാലപുരിയിലേക്ക് അയച്ചത്. എല്ലാ ജില്ലകളിലും നടന്നിട്ടുണ്ട്, പക്ഷേ അത് വിജയം കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് പൊട്ടിത്തെറി എവിടെയാ? ഇന്ന് CPM-നകത്താണ് പൊട്ടിത്തെറി. CPM-നകത്താണ് ഇന്ന് പൊട്ടിത്തെറി. എല്ലാ സ്ഥലത്തും കരുനാഗപ്പള്ളിയിൽ പൊട്ടിത്തെറി ഞാനും നിങ്ങളും ചാനലിലൂടെ കണ്ടതാണ്. ഇന്നിതാ തിരുവനന്തപുരത്ത് മംഗലത്ത് മധു എന്ന് പറയുന്ന ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നു. മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. തീർന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം ഏരിയയിൽ അദ്ദേഹത്തിനെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് പലരും പുറത്തു വന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ കയ്യാങ്കളി എത്തിയിരിക്കുന്നു. തൃശൂർ ജില്ലയിലും കയ്യാങ്കളിയാണ്. എല്ലാ ജില്ലകളിലും കരുനാഗപ്പള്ളി കേരളമാകെ വ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേരിടുന്ന ആസന്നമായ അനിവാര്യമായ അധപ്പതനത്തിന്റെ നേർചിത്രമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഞങ്ങൾ പറയുന്നു, അറുകൊല രാഷ്ട്രീയം CPM-ന്റെ അടിവേരറുത്തിരിക്കുന്നു എന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഈ അറുകൊല രാഷ്ട്രീയം CPM-ന്റെ അടിവേരറുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഉന്മൂലന രാഷ്ട്രീയം അത് CPM-ന്റെ രാഷ്ട്രീയമായ ഉന്മൂലനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരുടെ ഏർപ്പാടെന്താ? രക്തസാക്ഷികൾക്ക് മണ്ഡപം ഒരുക്കി അതിലെന്താ അതിൽ പുഷ്പാർച്ചന നടത്തുക. മാത്രമല്ല, കൊലയാളികളെ അരിയിട്ട് വാഴിക്കുക. അതോടൊപ്പം തന്നെ ജയകൃഷ്ണനെ പോലെയുള്ള നിരപരാധികൾക്ക് വായ്ക്കരി നൽകുക. ഇതല്ലേ മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ നടത്തിയത്? ഒന്ന്, രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി അവിടെ പുഷ്പാർച്ചന നടത്തുക. അതുപോലെ തന്നെ കൊലയാളികളെ അരിയിട്ട് വാഴിക്കുക. അതുപോലെ നിരപരാധികൾക്ക് വായ്ക്കരി നൽകുക. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ നൽകിയത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ ജയകൃഷ്ണന്റെ 25ാം ബലിദാന ദിനത്തിൽ ഞങ്ങൾ പറയുന്നു, ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വായ്ക്കരി നൽകുവാനും മാർക്സിസ്റ്റ് പാർട്ടി കുഴിമാടമൊരുക്കുവാനും കാരണഭൂതനായിട്ടുള്ള ഒരാൾ
ഈ സംസ്ഥാനത്ത് പിറവിയെടുത്തിട്ടുണ്ട്. അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി പാറപ്പുറത്തിനടുത്ത് പിറന്നു വീണ പിണറായി വിജയനാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതായത് സിപിഎമ്മിന്റെ ശവക്കലറ പണിയാൻ കാലം കരുതി വെച്ച നേതാവാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ സിപിഎം പ്രവർത്തകർ കരുതിയത് എന്താ? പിണറായി വിജയൻ സൽഭരണത്തിലൂടെ സിപിഎമ്മിന്റെ കാവലാളായി മാറും എന്നായിരുന്നു. പക്ഷെ 8 വർഷത്തെ ഭരണത്തിലൂടെ സിപിഎം പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎമ്മിന്റെ കാവലാളല്ല, മറിച്ച് സിപിഎമ്മിന്റെ കാലനാണ് എന്ന് ഇപ്പൊ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സിപിഎം നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കൂ. സിപിഎം അതിന്റെ അനിവാര്യമായ ആസന്നമായ അധപ്പതനത്തിലേക്ക് അതിവേഗം നടന്നു നീങ്ങുകയാണ്. എവിടെയാ സിപിഎം എവിടെ എത്തിയിരിക്കുന്നു? ആശയപരമായിട്ടുള്ള തകർച്ച നേരത്തെ ഉണ്ടായി. ഇപ്പൊ സംഘടനാപരമായ പതനവും രാഷ്ട്രീയമായ പാപ്പരത്വവും ഒരുമിച്ച് സംഭവിച്ച പാർട്ടിയായി സിപിഎം മാറിയിരിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ജയകൃഷ്ണൻ കൊല ചെയ്യപ്പെട്ടിട്ട് 25 വർഷം തികയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ 99 സിപിഎം, 2024 സിപിഎം, 2009 ബിജെപി, 2024 ബിജെപി. ഒന്ന് സിപിഎം നേതൃത്വം താരതമ്യം ചെയ്യണം. നിങ്ങൾക്കറിയോ 1999 സിപിഎം, 2024 സിപിഎം, 1999 ബിജെപി, 2024 ബിജെപി. ഒന്ന് താരതമ്യം ചെയ്തോ. 1999 ഡിസംബർ 1 ജയകൃഷ്ണനെ കൊലപ്പെടുത്തി. അതിനുശേഷം നടന്ന 2004 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പാർലമെന്റ് അംഗങ്ങളുടെ അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് കോൺഗ്രസ്, 2-ാം സ്ഥാനത്ത് ബിജെപി 138 സീറ്റ്, 3-ാം സ്ഥാനത്ത് 43 സീറ്റോടുകൂടി സിപിഎം 3-ാം സ്ഥാനത്താണ്. അന്ന് കേരളത്തിൽ സിപിഎം 12 സീറ്റിലാണ് ജയിച്ചത്. സിപിഎം മാത്രം. അഖിലേന്ത്യാ തലത്തിൽ, ദേശീയ തലത്തിൽ 5.7% വോട്ട് നേടിയ പാർട്ടിയാണ് സിപിഎം. പക്ഷെ ഇന്ന് 2004 കഴിഞ്ഞിട്ട് 2024 ഇന്ന് കേരളത്തിൽ സിപിഎം ജയിച്ചത് എത്ര സീറ്റിലാണ്? ഒരേ ഒരു സീറ്റിൽ. കഴിഞ്ഞ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ബിജെപി 1-ാം സ്ഥാനത്തെത്തില്ല, 2-ാം സ്ഥാനത്തും എത്തില്ല. ഫലം വന്നപ്പോ എന്താ സംഭവിച്ചത്? നിങ്ങൾ ഓർക്കണം, സിപിഎമ്മിന് 1 സീറ്റ്. അതെ, നരേന്ദ്ര ദാമോദർ ദാസ് മോഡി നേതൃത്വം നൽകുന്ന ബിജെപിക്ക് എൻഡിഎക്ക് 1 സീറ്റ്. സിപിഎം ജയിച്ചത് കേവലം കഷ്ടിച്ച് 20,000-ൽ താഴെ ഭൂരിപക്ഷത്തിനാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വടക്കുംനാഥന്റെ തിരുമുറ്റത്ത് ശ്രീമാൻ സുരേഷ് ഗോപി 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. സിപിഎം വിജയിച്ചത് 20,000-ൽ താഴെ വോട്ടിനാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് പ്രിയമുള്ളത്. മാത്രമല്ല 2004-ൽ 12 സീറ്റ്, 2024-ൽ 1 സീറ്റ്. അത് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇനി ദേശീയ തലത്തിലേക്ക് പോയാൽ 43 സീറ്റ്. അതിൽ 22 പശ്ചിമ ബംഗാൾ, അതിൽ 12 കേരളം, 2 തമിഴ്നാട്, 1 ആന്ധ്രാപ്രദേശ്. നോക്കൂ, 2024 ആകുമ്പോഴേക്കും പശ്ചിമ ബംഗാൾ വട്ടപൂജ്യം. അതുപോലെ കേരളം 12-ൽ 1. അന്ന് ത്രിപുരയിൽ 2 ഉണ്ടായിരുന്നു, ഇപ്പൊ ത്രിപുരയിൽ വട്ടപൂജ്യം. ആന്ധ്രാപ്രദേശിൽ അന്ന് 1 ഉണ്ടായിരുന്നു, ഇപ്പൊ വട്ടപൂജ്യം. ഇന്ന് സിപിഎമ്മിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയമുള്ളവരെ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചത് 4 സീറ്റ്. 43-ൽ നിന്ന് 4-ലേക്കെത്തി. അതുപോലെ 2004-ൽ 5.7% വോട്ട് നേടിയ മാർക്സിസ്റ്റ് പാർട്ടി
2024 1.7% വോട്ട് നേടി സായുജ്യമടഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി സൈദ്ധാന്തികന്മാർ പറയുന്നത് 2004 43 സീറ്റ്, ഇപ്പം 4 സീറ്റ്, അത് വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് 43, ഇപ്പം 4, ആ 3 നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് 43 3 നഷ്ടപ്പെട്ട 4, ആ 4 1 മാത്രമേ ഒറിജിനൽ ഉള്ളൂ, ബാക്കി 3 ഡ്യൂപ്ലിക്കേറ്റാ. എന്താ ബാക്കി 3? 2 തമിഴ്നാട്ടിൽ നിന്നാ, 1 രാജസ്ഥാനിൽ നിന്നാ. ആ 3 സീറ്റ്, 4-ലെ 3 സീറ്റ് 1 കേരളത്തില്, ബാക്കി 4-ലെ 3 സീറ്റും കോൺഗ്രസിന്റെയും തീവ്രവാദികളുടെയും വിഭജനവാദികളുടെയും ഭീകരവാദികളുടെയും വോട്ട് കൊണ്ടാണ് ബാക്കി 3 സീറ്റ് തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനും ജയിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായി എല്ലാ അർത്ഥത്തിലും തകർന്നിരിക്കുന്നു, ജനപിന്തുണയില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് 2004-ഉം 2024-ഉം താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷെ പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടി 2004-ൽ 138 സീറ്റാണെങ്കിൽ 2024-ൽ 240 സീറ്റ് നേടിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ദാമോദർ ദാസ് നരേന്ദ്രമോദി 3ാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി ബിജെപിയാണ്, ഏറ്റവും കൂടുതൽ രാജ്യസഭകളുടെ പാർട്ടി ബിജെപിയാണ്, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുടെ പാർട്ടി ബിജെപിയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പാർട്ടി ബിജെപിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ 1ാമത്തെ രാഷ്ട്രീയ കക്ഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ജയകൃഷ്ണനെ പോലെ ഉശിരന്മാരായ പ്രവർത്തകന്മാരെ കാലപുരിയിലേക്ക് അയച്ചതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തകർന്നിട്ടില്ല, വളർന്നിട്ടേ ഉള്ളൂ, വളർന്നു പന്തലിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി തളർച്ചയെയും തകർച്ചയെയും നേരിടുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്.